നാട്ടിലെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ പിന്നോക്കക്കാരുടെയിലും അതേപോലെ ഇവിടുത്തെ ദളിതന്റെയും ആദിവാസികളുടെയും നിരവധി ആൾക്കാരുണ്ട്. അവരെ പൊട്ടന്മാരാക്കുന്ന പദ്ധതി ഇട്ടുകൊണ്ട് മുന്നോക്കക്കാരെ വീണ്ടും മുന്നോക്കക്കാരായി തന്നെ നിർത്തുന്ന ഒരു പദ്ധതിയും കൊണ്ടുവരുമ്പോൾ പിന്നോക്കക്കാരന്റെ വളർച്ച ഇവിടെ പടവലങ്ങ പോലെയാണ്, കീഴ്പോട്ടാണ്. താഴോട്ട് താഴ്ത്തു വളർന്ന് ഇന്ന് ഭൂമിയില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ മാസം പോലും സ്വത്തോളം 1,26,000 പട്ടയം വിതരണം ചെയ്തു. ആ പട്ടയം വിതരണം ചെയ്തവർ ആ പട്ടയം കരസ്ഥമാക്കിയുള്ള ജാതി, ഇവരുടെ മതം പരിശോധിക്കുക. ആ മതവും ജാതിയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരള സർക്കാർ ആരോടാണ് പ്രേമം, ഇടതുപക്ഷ സർക്കാരിന് ആരോടാണ് പ്രേമം. ഇന്നും ആദിവാസികൾക്ക് 1971 അവർക്ക് അന്യായപ്പെട്ട അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച ഭൂമി തിരിച്ചു കൊടുക്കണമെന്നോ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർക്ക് ഭൂമി കൊടുക്കാൻ ഈ സർക്കാരുകൾ മാറി വന്നവർ, അത് കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ അനന്തരഫലമാണ് ഇന്ന് നമുക്കറിയാം നിരവധി ചങ്ങല സമരവും അതേപോലെ തൊട്ടപ്പുറത്ത് ഉള്ള സമരങ്ങളുമൊക്കെ ആ നിലയിൽ സമരം ചെയ്യുന്നു. ഭൂമിക്ക് വേണ്ടി അടിച്ചടക്കുവാൻ ആറടി മണ്ണ് പോലുമില്ലാത്ത കേരളത്തിൽ നിരവധി കുടുംബങ്ങളുണ്ട് പ്രിയമുള്ളവർ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഇല്ല. ഇവിടെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് പട്ടയമേള നടത്തുന്നത്? ഈ കേരളത്തിന്റെ വനാന്തരങ്ങളിലേക്ക് റവന്യൂ ഭൂമിയിലേക്ക് കടന്നു ചെന്നിട്ട് ചില കയ്യേറ്റം നടത്തുന്നവരുണ്ട്. ആ കയ്യേറ്റക്കാരെ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത് കുടിയേറ്റക്കാരാണെന്നാണ് പറയുന്നത്. ആ കുടിയേറ്റക്കാർക്ക് 2, 3 ഏക്കറും 5, 10 ഏക്കറും വീതം കൊടുക്കുന്ന മേളകളെയാണ് ഇവിടെ പട്ടയമേള എന്ന് പറയുന്നത്. ആദിവാസിക്ക് ഭൂമിയില്ല, കനാൽ പുറമ്പോക്കിൽ ജീവിക്കുന്നതിന് ഭൂമിയില്ല, റെയിൽവേ പുറമ്പോക്കിൽ ജീവിക്കുന്നതിന് ഭൂമിയില്ല. അവർക്കാർക്കും ഭൂമി കൊടുക്കാൻ മേളയും ഇല്ല, പട്ടയവും ഇല്ല, ഒന്നുമില്ല. പട്ടയം പിന്നെ പേരിന് കുറച്ച് പേർക്ക് കൊടുക്കുക. അങ്ങനെയാണ് കഴിഞ്ഞ പട്ടയമേളയിൽ കൊടുത്ത ഭൂമിയുടെ അതേ പട്ടയം പിടിച്ചുകൊണ്ട് ആദിവാസികൾ ഇങ്ങനെ നടക്കുക. ആദിവാസികൾ പട്ടയഭൂമി കണ്ടുപിടിച്ച് അവിടെ ചെല്ലുമ്പം അതിനു മുമ്പേ ആ ഭൂമിയിലുള്ള പട്ടയ നമ്പർ കിട്ടിയവർ ഒരേ സർവേ നമ്പറുള്ള ഭൂമിക്ക് വേണ്ടി തെക്കോട്ടും വടക്കോട്ടും നടക്കുക. പട്ടയം കൊടുത്ത ഭൂമിക്ക് വീണ്ടും പട്ടയം കൊടുക്കുന്നു, പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തുകൊണ്ട് ആദിവാസികളെ കബളിപ്പിക്കുന്നു. അതേപോലെ ആദിവാസികളുടെ ഫണ്ട്, അവരുടെ കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 6 ഫാം വാങ്ങിച്ചത്. 6 ഫാം വാങ്ങിച്ചിട്ടോ അവർക്ക് ആ ഭൂമി കൊടുത്തോ? ഇല്ല. 6 ഫാം പോലും അവർക്ക് കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല ഇവിടുത്തെ ഗവൺമെന്റുകൾ. എന്നിട്ട് അവരെ കബളിപ്പിക്കുക. ഇന്നും അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് കബളിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുവാൻ നമ്മുടെ സഖാവ് പിണറായി വിജയൻ പോലും മീഡിയാസിന്റെ മുന്നിൽ വരുമ്പോൾ സാമൂഹ്യ നീതിയാണ് പറയുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? സാമൂഹ്യ നീതി മുന്നോക്കക്കാരന് കോടാനുകോടി രൂപ ആസ്തിയുള്ളവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഉദ്യോഗത്തിൽ പങ്കാളിത്തം കൊടുക്കുക, അവർക്ക് സമ്പത്തിൽ പങ്കാളിത്തം കൊടുക്കുക, അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ആ നിലയിൽ കൊണ്ടുവരിക. ഇതാണ് സാമൂഹ്യ നീതി. ആദിവാസികൾക്ക് ഭൂമി കൊടുത്താൽ അത് അനീതിയാണ്. ആദിവാസികൾക്ക് കടപ്പാടമില്ലെങ്കിൽ അവർക്ക് വീട് വെക്കാൻ എന്തെങ്കിലും സഹായം ചെയ്താൽ അത് അനീതിയാണ്. അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഇന്നലകളിൽ ഈ രാജ്യത്ത് കൊണ്ടുവന്ന ആ മനുസ്മൃതി ഉണ്ടല്ലോ, ആ മനുസ്മൃതിയുടെ വ്യവസ്ഥ നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് വീണ്ടും ജാതിയുടെ പേരിൽ മനുഷ്യനല്ലാക്കിക്കൊണ്ട് കൊച്ചു കേരളത്തിൽ പോലും അടിമകളാക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവരാൻ പോകുന്നു. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, ഇന്നലകളിൽ നമ്മുടെ പൂർവ്വർക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നുവെങ്കിൽ ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ഭരണഘടന വന്നതിന് ശേഷം അറിവ് നേടാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ ആ അറിവിനെ പോലും ഇന്ന് അറിവിന്റെ നിലവാരമില്ലാത്ത ചില സിലബസുകൾ കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തെ പോലും അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നു. എന്താണ് നമുക്കറിയാം, കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ടുവരുന്നത് ഇന്ന് എന്താണ്? മാതൃഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം. എന്താണ് ഇവിടെ കേരളത്തിൽ മലയാളത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക, ലോകഭാഷയായ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കേണ്ട, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പ്രാധാന്യം കൊടുക്കേണ്ട, ശാസ്ത്ര മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ട. പിന്നെ എവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയത്, അതാണ് സിലബസിൽ. അതേപോലെ അന്ധവിശ്വാസവും അനാചാരങ്ങളും കുത്തിനിറച്ചുകൊണ്ട് സിലബസിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ ലോകരാജ്യങ്ങളെ മറ്റു പൗരന്മാരുമായി മത്സരിക്കാൻ ത്രാണിയില്ലാതെ മണ്ടന്മാരായി പോകുന്ന വിദ്യാഭ്യാസമാണ് ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസം നടപ്പിലാക്കി അങ്ങനെ മണ്ടന്മാരാക്കുന്നവരെ കബളിപ്പിച്ച് അവരുടെ വോട്ട് വാങ്ങിച്ച് വീണ്ടും അധികാരത്തിൽ വന്ന് അവർക്ക് കൂടി അർഹതപ്പെട്ട സമ്പത്തും വിഭവങ്ങളും കൈകാര്യം ചെയ്യുവാനുള്ള ഒരു ഗൂഢ നീക്കമാണ്
ഇവിടെ ഇടതിന്റെ പേരിലും വലതിന്റെ പേരിലും BJPയുടെ പേരിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടരും ഒരേ തൂവൽ പക്ഷികളാണ്. ഇവർ ഈ രാജ്യത്തോട് കൂറില്ല, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് കൂറില്ല, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയോട് കൂറില്ല. ഇവർക്ക് കൂറുള്ളത് ആദാനിയോടാണ്, അംബാനിയോടാണ്, വിജയ് മല്യയോടാണ്. അങ്ങനെയുള്ളവർ മാത്രം കൂറ് പുലർത്തി മുന്നോട്ട് പോകുന്നവരെ ജനം തിരിച്ചറിയുക. അവർക്കെതിരെ വിധി എഴുതുവാൻ, അവർക്കെതിരെ നിലപാടെടുക്കുവാൻ ഇനിയും നമ്മൾ ആമന്തിച്ചാൽ തീർച്ചയായും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വലിയ ദുരന്തത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതാണ് ഇന്ന് ഓരോ കാര്യം സൂചിപ്പിക്കുന്നത്. എല്ലാ മേഖലയിലും നമ്മൾ ജുഡീഷ്യറിയെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. ജുഡീഷ്യറിയിൽ ഇരുന്നുകൊണ്ട് എന്ത് വിധിയും എന്ത് ജഡ്ജ്മെന്റും നടത്തുന്ന ജനാധിപത്യത്തെ വ്യാഖ്യാനിച്ച് ജനാധിപത്യ വിരുദ്ധമാക്കുന്ന വിധികൾ പുറത്തു വന്നാലും അതിശയിക്കേണ്ടതില്ല. ആ നിലയിലേക്ക് ജനാധിപത്യ വിരുദ്ധമായ ജുഡീഷ്യറികൾ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നു. അത് പരിഹരിക്കേണ്ടതാണ്. അതേപോലെ വിദ്യാഭ്യാസം, ജനാധിപത്യ വിരുദ്ധമായ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ഇത് പരിഹരിക്കേണ്ടതാണ്. അതേപോലെ സാമ്പത്തിക മേഖല, ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക മേഖലയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതും പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറിയും തെരഞ്ഞെടുപ്പ് സിസ്റ്റവും അതേപോലെ വിദ്യാഭ്യാസവും സാമ്പത്തികവുമായിട്ടുള്ള മേഖലകൾ അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ട് ജനാധിപത്യം പുനഃസൃഷ്ടിക്കാനുള്ള ഒരു പടയോട്ടത്തിലാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുടനീളം പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും ഒരേപോലെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട്, രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അത് ജനതയുടെ മുന്നേറ്റമാണ്, വിപ്ലവമാണ്, അവരുടെ പുരോഗതിയാണ്, രാജ്യത്തെ പുനഃസൃഷ്ടിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഇന്ന് തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലെമ്പാടും അംബേദ്കർ പാർട്ടിയുടെ കൊടിയും പിടിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ഈ കാലം ഈ